ഹലോ, എല്ലാവർക്കും സുസൈൻ മീഡിയത്തെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. നിങ്ങൾ ട്രെയിനിൽ യാത്ര പോകണമെന്നായിട്ട് ഞാൻ കണ്ടെങ്കിൽ ഒരു ട്രെയിനിൻ്റെ പേര് നിങ്ങൾ കേൾക്കുക സാധ്യതയുണ്ട്. അതായത് ഹസ്രത്ത് നിസാമുദ്ദീൻ ട്രെയിൻ ചൊല്ലത്. അതേപോലെ ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ. ഈ രണ്ടും ഒരു മഹാന്റെ പേരിലാണ് ഉള്ളത്. അതായത് മെഹബൂബെ ഇലാഹി ഹസ്രത്ത് നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ് ഉള്ളത്. ആരാണ് ഈ ഹസ്രത്ത് നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു? അതായത് ഹിജ്റ വർഷം 636, ക്രിസ്തു വർഷം നോക്കണമെങ്കിൽ 1238 ഒക്ടോബർ തിങ്ങലില് ഉത്തർപ്രദേശത്തിലെ ബദയൂൻ ചൊല്ലിയ ജാഗ്യത്തിൽ ജനിച്ചെങ്കിൽ ഒരു മഹാനാണ്. അയാളിലെ ആദ്യം ഉണ്ടായ പേര് മുഹമ്മദ് എന്നാണ് പേരുണ്ടായത്. ബഹുമാനപ്പെട്ടവരെ ബാപ്പയുടെ പേര് സയ്യിദ് അഹമ്മദ് ദാനിയാലുണ്ടാണ്. അതേപോലെ ഉമ്മയുടെ പേര് സയ്യിദ് ബീവി സുലൈഖ റളിയല്ലാഹു അൻഹുമ. അപ്പോ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ജണ്ടാലെ കുടുംബം എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹുവിന്റെ ആ ഒരു പാരമ്പര്യത്തിലേക്കാണ് പോയിട്ട് എത്തുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ടവർക്ക് ഒരു 5 വർഷിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവരെ ബാപ്പ എന്താവുന്നത് വഫാത്താവുന്നത്. പിന്നീട് ബഹുമാനപ്പെട്ടവരെ ബൽത്തുറതും നോക്കുന്നതും ആരാണ്? ഉമ്മയായ ബഹുമാനപ്പെട്ട സയ്യിദത്ത് ബീവി സുലൈഖ റളിയല്ലാഹു ആണ് നോക്കുന്നത്. അങ്ങനെ 5 വർഷം പ്രാഥമികമായിട്ടുള്ള വിജ്ഞാനം കൊടുത്തൽ പിന്നെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട്, അതായത് പിന്നീട് പഠിക്കുക വേനായിട്ട് എവിടേക്ക് വേണ്ടതാണ് ഡൽഹിക്ക് എന്താക്കുന്നത് ബണ്ടാണ്. അങ്ങനെ ഡൽഹിയിൽ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കി ഇന്നെങ്കിൽ കുത്തുബിനാറിലുള്ളെങ്കിൽ കുവത്തുൽ ഇസ്ലാം പള്ളിയും അവിടെയാണ് ബഹുമാനപ്പെട്ടവർ എന്താവുന്നത് ആദ്യമായിട്ട് പഠിക്കുന്നത്. അതായത് ഉപരിപഠനം പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചിട്ട് ഏകദേശം ഒരു 16 വർഷമാകുമ്പോൾ ഏറ്റവും വലിയ നല്ല ഫിഖായിട്ടും അതേപോലെ ഖുർആനുമായിട്ടും ഒരുപാട് നല്ല നല്ല ഇൽമു ബഹുമാനപ്പെട്ടവർ എന്താ പഠിക്കുന്നതാണ്. അങ്ങനെ ബഹുമാനവർ പഠിച്ചിട്ട് 16 വർഷമാകുമ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് വലിയൊരു ബിരുദം കിട്ടുക, അതായത് ഒരു പണ്ഡിതൻ എന്ന രീതിയിലുള്ള ഒരു ബിരുദം കിട്ടുക ബഹുമാനപ്പെട്ട ഹസ്രത്ത് നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു കിട്ടുക. അങ്ങനെ ആ 16 വർഷത്തിലാണ് പിന്നീട് എന്താവുന്നത് ബഹുമാനപ്പെട്ടവർ ഉമ്മ എന്താവുന്നതാണ് വഫാത്താവുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഉമ്മ വഫാത്തായാൽ പിന്നെ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ആ ഒരു ബേജാറിലായിട്ട് ഇക്കര സന്ദർഭത്തിൽ ഇങ്ങനെ ആ ബേജാറായിട്ടും ഈ ഒരു പണ്ഡിതനായാൽ പിന്നെ ബഹുമാനപ്പെട്ടവർക്ക് ഒരു ആഗ്രഹം കൂടുതൽ കാളിയാറാവണം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ നേരെ ഇവിടെ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹുടെ ആ ഒരു ദർബാറിൽ ഇങ്ങനെ സിയാറത്താക്കിയിട്ട് ഇക്കര സന്ദർഭത്തിൽ ഒരു എന്താ ചൊല്ലുക, ഒരു പാവപ്പെട്ട ഒരു ഏറ്റവും വലിയ ഒരു ഫക്കീറായ മനുഷ്യൻ എന്താവുന്നത് ആ ഒരു ജാഗയാണ് വേണ്ടത്. അങ്ങനെ ആ ഒരു ജാഗയ്ക്ക് വന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ അയാളിട്ട് എന്താക്കരുത് നക്ക് ബേനായിട്ട് ദ്വാരക്കണം നാനൂടെ എന്താവണം നക്കൊരു കാളിയാറാവ് ആഗ്രഹമുണ്ട് ചെന്ന സന്ദർഭത്തിൽ ആ ഒരു സൂഫിയായ മനുഷ്യന്, അതായത് അയാളുടെ പേരാണ് ഹസ്രത്ത് ഷെയ്ഖ് നജീബുദ്ദീൻ മുതവക്കിൽ റളിയല്ലാഹു അൻഹു ആണ്. അയാൾ ചൊല്ലു, നീ മോനെ, നീ എന്താവേണ്ട അയാളെ കാളിയാറാവേണ്ട ആവശ്യമല്ല, നീ ലോകം പ്രകാശിപ്പിക്കേണ്ട ഒരു ചക്രവർത്തി, അതായത് ഒരു വലിയൊരു എന്താ ചൊല്ലുക വലിയ ആകേണ്ട ഒരു ആലും ചെന്നിട്ടും അങ്ങനെ ആ ഒരു കാര്യം ബഹുമാനപ്പെട്ടവരെ ഏറ്റവും വലിയ ആകർഷിക്കുകയും അങ്ങനെ നേരെ എവിടെയാണ് പോകേണ്ടത് ബഹുമാനപ്പെട്ട ബാബ ഫരീദുദ്ദീൻ ഗഞ്ച് ഷക്ർ റളിയല്ലാഹു അൻഹു കാണുകയായിട്ട് പോവുകയും അങ്ങനെ അവിടെ 7 തിങ്കളും 14 നാളും ഉണ്ടാവുകയും ബഹുമാനപ്പെട്ടവർ ആ ഒരു തലപ്പാവ് കൊടുക്കുകയും എന്നിട്ട് എന്താക്കുന്നതാണ് ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കുകയും എന്നിട്ട് ചൊല്ലും, നീ എവിടേക്ക് പോ, നേരെ ഡൽഹിക്ക് പോയിട്ട് അവിടെ നീ എന്താക്കും, നിന്റെ വിജ്ഞാനവും അതേപോലെ ആൾക്കാരെ ഇസ്ലാമിലേക്ക് ദഅവത്താക്കുകയും അങ്ങുബേനായിട്ട് എല്ലാ രീതിയിൽ സഹായ സഹകരണം ആക്കുകയും അങ്ങനെ ബഹുമാനപ്പെട്ടവർ നേരെ 2ാമത്തെ ഡൽഹിക്ക് ബന്ധ. അങ്ങനെ ഡൽഹിക്ക് വന്നിട്ട് ഇക്കര സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർക്ക് ഇതാവില്ല, അതായത് ഞാൻ എവിടെയാണ് ഇനി ദഹിക്കേണ്ടത്, എവിടെയാണ് എൻ്റെ വിജ്ഞാനം നടത്തേണ്ടത് ചൊല്ലും. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ചൊല്ലുക ഖയാസ്പൂർ ചൊല്ലുക ഒരു ജാഗ, അതായത് ഡൽഹിയിലുള്ളത് ഈ ഒരു ജാഗയാണ് ഖയാസ്പൂർ. പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് ഇവിടെ പോയിട്ട് നീ എന്താക്ക് നിന്റെ വിജ്ഞാനം നടത്തുന്നു എന്നുള്ള ഒരു ശരീരം കിട്ടുകയും ഇല്ലെങ്കിൽ ഒരു സ്വപ്ന ദർശനമാകും. അങ്ങനെ നേരെ ഈ ഒരു ജാഗയിൽ വന്നിട്ട് പിന്നീട് ബഹുമാനപ്പെട്ട ഹസ്രത്ത് നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു ദഅവത്ത് എന്താക്കുന്നതാണ് നടത്തുന്നതാണ് ഇസ്ലാമിക ബേനായിട്ട്. അങ്ങനെ ഈ ഒരു ചെറിയൊരു എന്താ ചൊല്ലുക ഓല, അതായത് മടലിലുള്ള ചെറിയൊരു കുടിയിലാണെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സന്ദർഭത്തിലാണ് ഒരു ഏറ്റവും വലിയ ഒരു സൂഫിയായ ഒരു മനുഷ്യൻ കയ്യിലൊരു എന്താ ചെറിയൊരു കൊടായിട്ട് മണ്ണിയുടെ കൊടായിട്ട് വന്നിട്ട് ഇവിടെ പറയുകയും എന്നിട്ട് ബഹുമാനപ്പെട്ടവരെ കണ്ടിട്ട് ചൊല്ലതാണ് ആ ഒരു മണ്ണിയുടെ പാത്രം നിലത്ത് പൊട്ടുവായിട്ട് ചൊല്ലി, നിസാമുദ്ദീനെ നിന്റെ ലൗകികമായിട്ടുള്ള ജീവിതം എല്ലാം ഞാൻ ഇതോടുകൂടി എന്ന് പൊട്ടിച്ചിരിക്കുന്നു, അത് പൊട്ടുവാട്ടിയില്ല, ഇനി നീ അള്ളാഹുടെ ഏറ്റവും വലിയ സാമ്രാജ്യമായ അള്ളാഹുടെ വലിയാവുകയാണ് ചൊന്നിട്ടു.
പോകേണ്ടത്. അങ്ങനെയാണ് പിന്നീട് കൂട്ടമായിട്ട് ബഹുമാനപ്പെട്ടവർ സന്ദർശിക്കുകയായിട്ട് മന്ത്രിമാരും രാജാക്കന്മാരും എന്താകരുത് പണ്ടത്. അങ്ങനെ ബഹുമാനം ലോക പ്രശസ്തിയായിട്ടാണ് ബഹുമാനപ്പെട്ടവർ എന്തായത് അറിയപ്പെട്ടത്. എന്നാൽ ബഹുമാനപ്പെട്ടവർ ഏറ്റവും വലിയ ഒരു ചരിത്രം അങ്ങനെ എന്താക്കാം ഉസ്താദ് ചൊല്ലത് കേട്ടിട്ട് വരാം. വരെ പേടിച്ച മെഹബൂബ് ഇലാഹി നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു, ഡൽഹിയുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന മഹാന നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു, അവരുടെ ചരിത്രം എന്ന വല്ലാത്തൊരു ചരിത്രമാണ്. ഒരൊറ്റ കറാമത്ത് പറഞ്ഞത് അവരാരാണെന്നറിയാൻ. ഒരു ദിവസം ആഗ്രയിൽ നിന്ന് മുഹമ്മദ് തുഗ്ലക്ക് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? എന്താ ഡൽഹിയിലെ ജനങ്ങളെ കാണാത്തത്? ഡൽഹിയിലെ ജനങ്ങളെന്താ കാണാത്തത് പറഞ്ഞു. ഡൽഹിയിലെ ജനങ്ങൾ ഇപ്പോൾ ഒരു ആത്മീയ നേതാവിൻ്റെ കീഴിലാണ്, അപ്പോൾ അതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ ആ മന്ത്രിയോട് ചോദിക്കുക, ഇനി അവരിൽ നിന്ന് അടർത്തിയെടുത്ത് ജനങ്ങളെ എന്നിലേക്ക് എത്തിക്കാൻ എന്തുണ്ട് വഴി? മന്ത്രി പറഞ്ഞിടത്ത് വെള്ളം കൊടുക്കാനാ മതി. ഒരിക്കലും വെള്ളം കൊടുക്കണ്ട. അന്ന് വെള്ളവും എന്താണ് ഭക്ഷണവും എണ്ണ ഒക്കെ രാജാവ് കൊടുക്കണം, റേഷനായിട്ട് കൊടുക്കണം, എന്നാലേ കിട്ടുള്ളൂ. വെള്ളം കട്ടിട്ടു ഡൽഹിയിലെ ജനങ്ങൾക്ക്. രാജാവ് ചിന്തിച്ചത് വെള്ളം കിട്ടാതെ പിറ്റേന്ന് തന്നെ ഡൽഹിയിലെ ജനങ്ങൾ വെള്ളം ചോദിച്ചു വരുമല്ലോ എന്ന് ചിന്തിച്ചു. ഡൽഹിയിലെ ജനങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ടും വെള്ളം ചോദിച്ചു വരുന്നില്ല. അപ്പോൾ ചോദിച്ചു, മുഹമ്മദ് തുഗ്ലക്ക് ചോദിക്കുക, എന്ത് ഡൽഹിയിലെ ജനങ്ങൾക്ക് വെള്ളം വേണ്ട, ഒരു വെള്ളം ചോദിച്ചു വരുന്നില്ലല്ലോ. പറഞ്ഞു, അവിടുത്തെ ആ നേതാവിൻ്റെ കീഴിൽ വെള്ളം കൊയ്ക്കുന്നുണ്ട്, അല്ല കിണർ കൊയ്ക്കുന്നുണ്ട്, അതിൽ വെള്ളം ഉറവ് കിട്ടുന്നുണ്ട്, ആ ഉറവ് കിട്ടുന്ന വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ ചോദിച്ചു, രാജാവ് ഒരു ജോലിക്കൊന്നും പോകുന്നില്ല, വെറും കിണർ കൊയ്ച്ചുകൊണ്ടിരിക്കുകയാണോ? അവരുടെ അല്ല, പകൽ ജോലിക്കുന്നുണ്ട്, രാത്രിയാണ് അവർ കിണർ വയ്ക്കുന്നത്. അവർ രാത്രി കിണർ വയ്ക്കാൻ വെളിച്ചെങ്ങനെ? ഒന്ന് വിളക്ക് കത്തിക്കാൻ എണ്ണ വിടുന്ന, നിങ്ങൾ കൊടുക്കുന്ന എണ്ണ ഇനി എണ്ണ കൊടുക്കരുത് പറഞ്ഞു. എണ്ണയും കട്ട് ചെയ്തു. അപ്പോൾ ഡൽഹിയിലെ ജനങ്ങൾക്ക് എണ്ണയില്ല. അപ്പം മഹാനായ നിസാമുദ്ദീൻ റളിയല്ലാഹു ചെന്ന് പറഞ്ഞു, നമുക്ക് എണ്ണ ഇല്ലല്ലോ, ഇനി എന്താ ചെയ്യുക? അപ്പം നാസറുദ്ദീൻ സിരാജുണ്ട്, അവിടുത്തെ ഏറ്റവും വലിയ ശിഷ്യനാ, ചിസ്തി ത്വരീഖത്തിലെ ഖാജാ തങ്ങളുടെ ശിഷ്യനാ. അത് എന്താണ്, ഖാജാ തങ്ങളെ ശിഷ്യരാണ് അൽഖുത്തുബുദ്ദീൻ ബക്തിയാർ തങ്ങൾ. ഇവർ ശിഷ്യരാണ് ബാബ ഫരീദുദ്ദീൻ കഞ്ചിശക്കർ റളിയല്ലാഹു, അവർ ശിഷ്യരാണ് ആര്? നിസാമുദ്ദീൻ റളിയല്ലാഹു. അവരുടെ ശിഷ്യരാണ് നാസറുദ്ദീൻ സിരാജ് റളിയല്ലാഹു. അവരെ വിളിക്കാൻ പറഞ്ഞു. എൻ്റെ എന്താണ് ഉറവ് പൊട്ടിയ വെള്ളം എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് വിളക്കിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. വെള്ളമൊക്കെ കത്തിക്കാൻ പറഞ്ഞു. തറ്റാൻ തുടങ്ങി. അപ്പം നിസാമുദ്ദീൻ റളിയല്ലാഹുവിനെ വിളിച്ചു, വിളക്ക് കത്തിച്ച മഹാനെ വിളിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എന്താക്കി, മഹാനായ നാസറുദ്ദീൻ ഇത് വിളക്കും കത്തിച്ചു. ഇത് കണ്ടപ്പോൾ മുഹമ്മദ് തുഗ്ലക്ക് ചോദിച്ചു, എണ്ണയും കട്ട് ചെയ്തിട്ട് എന്തോ ഒരു വരാത്തത്? അവൻ പറഞ്ഞു, ഓർക്ക് എണ്ണയും വേണ്ടല്ലോ. അവൻ പറഞ്ഞു, എണ്ണയും വേണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നാസറുദ്ദീൻ എന്താണ് എണ്ണയും കട്ട് ചെയ്തു. അങ്ങനെ എന്താ എണ്ണയും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്താക്കി, മുഹമ്മദ് തുഗ്ലക്ക് പറഞ്ഞു, ഞാൻ ആ നേതാവിനെ കൊന്നുവരാമെന്ന് പറഞ്ഞു. മുഹമ്മദ് തുഗ്ലക്ക് ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് വെറും 200 കിലോമീറ്റർ ഉള്ളൂ. 200 കിലോമീറ്റർ, 3 മണിക്കൂർ സമയമുള്ളൂ ട്രെയിനിൽ വരാൻ. ഈ സമയം മുഹമ്മദ് തുഗ്ലക്ക് കുതിരപ്പുറത്ത് എറിയേണ്ടി വരികയാണ്. അപ്പോഴാണ് ആര്? മഹാനായ നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു ഒരൊറ്റ വാക്ക് പറയുന്നത്. ഇത് കേട്ടപ്പോൾ, ദില്ലി ബഹുദൂർ ഹേ, നിനക്ക് എന്നെ പിടിച്ചാൽ കിട്ടൂല. ഡൽഹി ഒരുപാട് ദൂരത്താണ്. ശരിക്കും എല്ലാവർക്കും അറിയാം ഡൽഹി അടുത്താണ്, 3 മണിക്കൂർ സമയമുള്ളൂ വരാൻ. പക്ഷേ നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് എന്നെ പിടിച്ചാൽ കിട്ടൂലടാ. അതിൻ്റെ മറ്റൊരു വാക്ക് പറഞ്ഞു, ദില്ലി ബഹുദൂർ ഹേ, ഡൽഹി ഒരുപാട് ദൂരത്താണ്. അങ്ങനെ മുഹമ്മദ് തുഗ്ലക്ക് ഡൽഹിയുടെ അതിർത്തിയിലെത്തിയപ്പോൾ മുഹമ്മദ് തുഗ്ലക്കിൻ്റെ കുതിര മുഹമ്മദ് തുഗ്ലക്കിനായിട്ട് മറിച്ചിടുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ കൊല ചെയ്യപ്പെടുകയാണ്. അതേപോലെ തന്നെ ആയിരുന്നു ഖുത്ബുദ്ദീൻ മുബാറക്ക് ഖിൽജി. നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു ഖലീച്ച മുഴുവൻ ഭരണാധികാരികളും പഠിക്കാൻ അപ്പോൾ അത്രക്കും വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഹസ്രത്ത് നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു. ഞങ്ങൾ ഊടേക്ക് പണ്ട് സന്ദർഭത്തിൽ ഒരു കര നോക്കിയിട്ട് ഇക്കുക ഈ കണ്ടതാണ് ആ ഒരു കര ചൊല്ല്. ഈ കരക്കൊരു പ്രത്യേകത ഉണ്ട്. അതായത് പണ്ട് കാലഘട്ടത്തിൽ ഈ ഒരു കര ആക്കുന്ന സന്ദർഭത്തിൽ, അതായത് ഈ കര എടുക്കുന്ന സന്ദർഭത്തിൽ ഇതിലെന്താ തന്നി കിട്ടിയത്. പക്ഷേ ഈ ഒരു തണ്ണി ചൊല്ലത് എന്തായിട്ട് ചൊന്നെങ്കിൽ ഉപ്പ് തന്നെയാണ് ആയിട്ടുന്നത്. അപ്പോൾ നേരെ വന്നിട്ട് ബഹുമാനപ്പെട്ടവരോട് പഠിച്ചു വന്നത് എന്താ ചൊന്നുകൊണ്ട് ഞങ്ങൾ തന്നി കിട്ടിയത്, പക്ഷെ ആ തന്നി എന്താണ്? ഉപ്പാണ് ഉള്ളത്. ഇതിപ്പം ഏറ്റവും വലിയൊരു കറാമത്തായിട്ട് ഞങ്ങൾക്ക് ചൊല്ലാം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ മുന്നിൽ വന്ന് ചൊന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ ഒരു കടലാസിൽ എന്തുമായി എഴുതിയിട്ട് ആ കിരക്കിടവ് ശിഷ്യന്മാരായിട്ട് ചൊന്നു. അങ്ങനെ നേരെ അതെടുത്ത് പോയിട്ട് ആ ഒരു കിരക്കിടലോട് കൂടിയിട്ട് മനുഷ്യന്മാർക്ക് കുടിക്കുക അവിടെ രീതിയിലുള്ള തന്നി പോലെ ആ തന്നി എന്ത് ആയിത്ത് എന്നുള്ളതാണ് ചരിത്രത്തിൽ എന്താക്കുന്നത് ചൊല്ലത്.
എന്ന് ബഹുമാനപ്പെട്ടവർ മരണം ചൊല്ലുക ഹിജ്റ വർഷ 725 റബില്ലാഹർ 18 കാണും. അതായത് ക്രിസ്തു വർഷമുണ്ടെങ്കിൽ 1325 ഏപ്രിൽ 3 തൻ്റെ 87ാമത്തെ വർഷത്തിലാണ് ബഹുമാനപ്പെട്ടവർ എന്താവുന്നത് ഈ ലോകത്തോടുകൂടി വഫാത്തായിട്ട് പോണ്ടത്. ബഹുമാനപ്പെട്ടവരുടെ ആ ഒരു ജനാസ അല്ലെങ്കിൽ ആ ഒരു മയ്യത്തുക നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ഹസ്രത്ത് റുക്നുദ്ദീൻ മുൽത്താനി റളിയല്ലാഹു അൻഹു ആണ് എന്താക്കിയത് ബഹുമാനപ്പെട്ടവരെ ആ ഒരു മയ്യത്തുക്ക് വേണ്ടിയിട്ട് ജനാസ നിസ്കരിച്ചത്. അങ്ങനെ അത്രക്കും വലിയൊരു എന്താ ചൊല്ല പണ്ഡിതനാണ്, ഇല്ലെങ്കിൽ അള്ളാഹുടെ ഏറ്റവും വലിയൊരു വലിയാണ്. അതായത് എല്ലാ ആൾക്കാർക്കും, അതായത് മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, ഏതേ ആൾക്കാർ വന്നെങ്കിലും അങ്ങനെ എല്ലാവർക്കും ഒരു ആശ്രയമായിട്ടാണ് ബഹുമാനപ്പെട്ടവർ ഉണ്ടായത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ചരിത്രം ചൊല്ലത്. ഇൻഷാ അല്ലാഹ് പണ്ട് നാളെ പുതിയ ചരിത്രമായിട്ട് പണ്ടെടുത്തോളൂ. അസ്സലാമു അലൈക്കും.